വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടല്ലോ, ഞാൻ ഒരു സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ്. ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ വേറെ പ്ലേയിലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പേരുണ്ടാക്കാം. ഉണ്ടാക്കുന്നതിൻ്റെ സ്ഥലം പോയി കാരണം അത്ര കാണുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എവിടെ ആക്കാനുള്ള സ്ഥലം സാധനങ്ങളൊന്നും എടുക്കട്ടെ. എന്നിട്ട് നമ്മുടെ സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ഗെയ്സ്, ഞാൻ എൻ്റെ ട്രൈപ്പോഡിൽ ഇങ്ങനെ ആക്കി വെക്കാൻ പോകുന്നത്, പക്ഷെ നടന്നില്ല കേട്ടോ. അതെല്ലാം അപ്പം അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാനുണ്ടോ? അയ്യോ, എനിക്കറിയില്ല, കാണാനുണ്ടാവില്ല. കാരണം ഡീറ്റെയിൽഡായി ഇട്ട് പറഞ്ഞു തരും. കാരണം വെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ എനിക്ക് പറഞ്ഞില്ല സെറ്റ്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒരു ഇത് ശരിക്കും ആവുന്നുണ്ടോ എന്ന് നോക്കാണ്. എനിക്ക് ഡബിൾ സൈഡ് ടേബിൾ ഉണ്ടാക്കിയിട്ട് അത്ര ശരിയല്ല. ഡബിൾ സൈഡ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ശരിയല്ല. ഞാൻ ഫുള്ളെപ്പം സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം ഒന്നിത്തിരി ഇതാക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. നമ്മളുടെ സ്കെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അത് വേസ്റ്റ് ആയിട്ട് നമുക്ക് ഞാൻ ഇതിലില്ലേ ഇങ്ങനെ വൈറ്റ് പേപ്പറുണ്ട്. നിങ്ങളുടെ കയ്യിൽ കണ്ട ബുക്കുണ്ടെങ്കിൽ A4 ഷീറ്റ് ഇല്ലാത്ത ആൾക്കാർ ഇതേപോലെ വൈറ്റ് പേപ്പറും ഇതുമുള്ള ഇതൊക്കെയുണ്ട്. വലിയ സാധന പേപ്പർ നമ്മളിത് വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലവ് ആണ്. ആദ്യം ഞാൻ ലവ് മാത്രം ഒന്ന് ട്രൈ ചെയ്യാൻ നമുക്കിനി ഇതിനെ കളർ അടിച്ചെടുക്കാം. വലിയ ആർഭാടൊന്നും ആക്കുന്നില്ല കേട്ടോ. ലവിനെ ചെറുതായിട്ടൊന്ന് കളർ അടിച്ചു കൊടുക്കാം. പിന്നെ ആ ഔട്ട്ലൈനിലും ഞാൻ ഓൾറെഡി വരച്ച് വലിയ രസമൊന്നുമില്ല. ഒന്ന് കണ്ട പുറത്തൊക്കെ ഉണ്ട് കളർ അടിച്ച്. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും പ്ലാസ്റ്റിക് ചിക്കൻ കാണട്ടെ. ഉണ്ട് അവിടെ എവിടെ ഉരുപ്പുണ്ട്. ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അടിച്ചിരിക്കുന്നു. കൊയ്യോ കട്ട് ചെയ്യുമ്പോഴാ എന്നെപ്പോലെ ഇതേ നല്ല പിള്ളേർ വേണ്ടത്. ഇപ്രാവശ്യം ചെറിയൊരു അമ്പതാക്കുന്നു. എനിക്കറിയില്ല ആർഭാടം തന്നെ ആവോ അതോ വേറെ വല്ലതും തേങ്ങയാവോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഞാൻ ഇപ്പം എന്താ ഒന്നുകൂടി മറിഞ്ഞ് എന്ന് ചിലപ്പോൾ വിചാരിക്കണം. എനിക്ക് തോന്നിയത് ചിലപ്പോൾ എനിക്ക് കേട്ടിട്ടുണ്ടാവില്ല എന്നാണ്. അവിടെ ഞാൻ ഒന്നുകൂടി ആർഭാടം അത്ര രസമില്ല. കണ്ട ഇതല്ലേ സൈഡിൽ വൈറ്റൊക്കെ കൊടുത്തിട്ട് കളറില്ല. വൈറ്റ് ഇങ്ങനെ കാണാം. അവിടെ ഞാൻ കളർ ചെയ്യും. ഇതെങ്കിലും കരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനൊരു ബോക്സ് ഷേപ്പിലാക്കിയിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. എനിക്ക് അങ്ങനെ ബോക്സ് ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എനിക്ക് മര്യാദക്ക് കിട്ടത്തുള്ളൂ. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഒരു ഇതിൻ്റെ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോഴത്തേക്ക് 4 മിനിറ്റ് ആയി. ആ കുഴപ്പമൊന്നുമില്ല.
സൈലൻസ് ആയതുകൊണ്ട് ആരും സ്കിപ്പ് ഒന്നും ചെയ്ത് കളയുള്ളൂ. അല്ലെങ്കിലേ മനുഷ്യന് സബ്സ്ക്രൈബേഴ്സും ഇല്ല. അത് അങ്ങനെയൊക്കെ ആയി തരാം. ആരും പിന്നെ എല്ലാവരും എൻ്റെ പ്ലീസ് സബ്സ്ക്രൈബ് 100 ഞാനൊരു ഗിവ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലുള്ളതാണ് സബ്സ്ക്രൈബ് കമൻറ്റ്. ആ കമൻറ്റിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കും. ഈ വീഡിയോക്കല്ല, അടുത്തിടുന്ന ഷോർട്സിനാണ്. അത് 100 അവൻ ഒരു 90, അതായത് 98 കൗണ്ട്, അല്ലെങ്കിൽ ഒരു 95 കൗണ്ടത്തിൽ തിരഞ്ഞെടുക്കും. നമുക്ക് ഇനി ഇതെടുക്കാം, ഡബിൾ ചട്ടി, പുതിയ ഡബിൾ ചട്ടി. ഈ സെലോട്ടിനെ കുറച്ചിട്ട് ഇനി നമുക്ക് ഇത്രയും വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് വെച്ചിട്ട് ഇത് കുറച്ച് ഫീൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാക്കാം. അങ്ങനെ ചെയ്യുന്നുള്ളൂ. ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യാം. ഇതിന് ഇത്ര പോർഷൻ മതി. ഓക്കെ, ഇതിനകത്ത് കുഴപ്പമില്ല. ഇത് നമ്മൾ ഒട്ടിക്കുന്ന രീതിയുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ചെറുതിനാണ് നമുക്ക് ലാസ്റ്റ് ഇതേപോലെ ഒരു ചെറുതും ലാസ്റ്റ് ഒട്ടിക്കണം. കാരണം എന്താണെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടാണ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഈ മണി സാധനങ്ങളൊക്കെ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഇതിനൊക്കെ ആവശ്യമുള്ള അത് വെച്ചിട്ട് ഒരുമാതിരി കിട്ടാവുന്ന ഞാനിപ്പോൾ പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്കിത് പേര് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യണം. ഏകദേശം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആയി വരുന്നുണ്ട് ഈ ഭാഗം. പിന്നെ മുടിയൊക്കെ നല്ലോണം ഒറ്റയ്ക്ക് കിട്ടിക്കോളും. ഇത് ചിലപ്പോൾ നമ്മളിത് കളക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടില്ലേ ഞാൻ പറഞ്ഞത് അതാ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഈ മുടിയൊക്കെ അല്ലേ അവ ഒതുക്കി വെച്ചോ. ഇല്ലേ ഇത് കട്ട് ചെയ്യാൻ നേരത്ത് അതും കട്ടാവും. അപ്പം കേട്ടെന്ന് വിശ്വസിക്കുന്നു. കേട്ടില്ലെങ്കിൽ ഒന്നുകൂടിയൊന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് കാണുക. അല്ലാതെ കേട്ടില്ലെങ്കിൽ ഒന്നുകൂടിയും സ്കിപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, കാണുക. അതാണ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കണ്ട. നോ പ്രോബ്ലം ഫോർ മീ. ഇറ്റ് ഈസ് ഓക്കെ ഫോർ മീ. നിങ്ങൾക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഫോർ സൗണ്ട് ഇടക്കിടക്ക് കുറഞ്ഞു വരുന്നത് സൗണ്ട് കൂട്ടിയിടാം. ഞാൻ ആദ്യം നല്ല സൗണ്ടിൽ പറയും, പിന്നെ ആ സൗണ്ട് അങ്ങ് കുറഞ്ഞു. ഞാൻ നല്ല സൗണ്ടിലാട്ടോ പറയണേ. ഇനി ഇത് നോക്കിക്കോ, കുറച്ച് നേരം കുറയും. നമുക്കിനി ഇത് കണ്ടേ, ഇപ്പൊ തന്നെ എന്റെ സൗണ്ട് കുറയും. ഇപ്പൊ എന്റെ സൗണ്ട് ഇങ്ങനെയാണ്.
ഓ സൗണ്ടിൻ്റെ ഈ സിസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഓക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 എടുത്തൊട്ടിട്ട് നോക്കും. വെയിറ്റ് ഇനിയാണ് നമുക്ക് ഇതിനാവശ്യമുള്ളൊരു പേപ്പർ ഉണ്ട്, അത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് എന്തായാലും സെലോ ടേപ്പിൻ്റെ ആവശ്യം ഉണ്ട്. ഇപ്പം എൻ്റെ തലയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിന് നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് സെലോ ടേപ്പിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ ഒരു ബോക്സ് ഇനി അതിൻ്റെ പെർഫെക്ഷൻ ആക്കാം. ഓക്കെ, ഈ ഭാഗം പെർഫെക്ഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത ഭാഗവും ഞാൻ പെർഫെക്ഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം കഴിഞ്ഞ് ഇനി ലാസ്റ്റ് അങ്ങനെ കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞാനൊരു ബോക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് സെലോ ടേപ്പ് എടുത്തിട്ട് വരാം. പക്ഷെ ഇത് പാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് പറ്റില്ല. ഒന്നാണ് ഞാൻ സെലോ ടേപ്പ് എടുക്കാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വരാം. അയ്യോ ഞാൻ പറഞ്ഞു ഗൈസ്. കിട്ടി ഗൈസ്, കിട്ടി. നമുക്ക് ഇതിനെ കുറച്ച് ഞാൻ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വന്നിട്ട് അപ്പോൾ ഇത് സെലോട്ടേപ്പ് കിട്ടുന്നുണ്ട്. എല്ലാറ്റൊക്കെ കണ്ടുപിടിച്ച് ഇതേപോലെ എടുക്കാം. എടുത്തിട്ടുണ്ട്. നമ്മുടെ പേപ്പറിലോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു. അത് ഓൾറെഡി ഒട്ടിച്ചതിന് ശേഷം ലാസ്റ്റ് സ്ട്രിപ്പ് ഒട്ടിക്കാൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഒട്ടിച്ചതിന് നോക്കണ്ട ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിലോട്ട് മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്കളയാം. എനിക്ക് ഇനി ആദ്യം ബാക്കിലോട്ടേക്ക് മടക്കിയെടുക്കാം. ഞാൻ ബാക്കിലോട്ടേക്ക് മടക്കിയെടുക്കാം. ഇടക്കിടക്കൊക്കെ വെട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കിലോട്ടേക്ക് മടക്കിയെടുത്തിട്ടുണ്ട്. ആ ഭാഗം ഈ ഭാഗം സെറ്റ്. ഈ ബാക്കി ഒരു ട്രാൻസ്പെറൻറ്റ് കാണും. ആ ട്രാൻസ്പെറൻറ്റ് കണ്ടിട്ട് ഇങ്ങനെ പേപ്പർ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ നക്കി സ്റ്റിക്കർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെലോ ടേപ്പ് വെച്ചിട്ടും സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റിട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ വീഡിയോയിലൊന്നും. നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അയ്യോ ആണ് കയ്യിൽ നിന്നും പോവാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് വൺ ബിസ്മില്ലാ. സെക്കൻഡ് വണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതിനെ നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ച പേപ്പർ
ഈ ഉണ്ടാക്കി വെച്ച പേപ്പർ ഉണ്ടോ, സെലോ ടേപ്പ് കാരണം ഇത് മറ്റുള്ള ഇതിനെ പോലെ കീറി വരത്തില്ല. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോഴത്തേക്കും 1/4 മണിക്കൂറായിട്ടോ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചും പിന്നെ ഇതിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ആയിട്ട് ഇനിയിപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഉണ്ടാക്കട്ടെ. അത് ഞാൻ എന്തായാലും എടുക്കുന്നില്ല, എന്തായാലും മനസ്സിലായല്ലോ. അതേപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ, അതായത് ഇപ്പം ഞാൻ ഉണ്ടാക്കിയില്ലേ ഇതേപോലെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കും ഷേപ്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് ആൻഡ് ഐ എം വൺസ് മോർ റിപ്പീറ്റിംഗ് ഞാൻ ഇടുന്നതായിരിക്കും ഉറപ്പായിട്ട് നമ്മുടെ സ്ഥലമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ചെയ്യുന്ന പറ്റാണ്ട് ഇക്കാക്ക വന്നിട്ടുണ്ടായിട്ട് അപ്പം വൺസ് മോർ നിങ്ങൾക്ക് ഐ എം വൺസ് മോർ റിപ്പീറ്റിംഗ് I will make the sticker with the cello tape, of course. അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്തായാലും അതായിരിക്കും കേട്ടോ, സെലോ ടേപ്പ് വെച്ചുണ്ടാക്കുന്നത്. അതും ഷോർട്സ് അല്ല, ഷോർട്സ് അങ്ങനെ ക്രാഫ്റ്റ് ഒന്നുമില്ല, ഷോർട്സ് അല്ലാത്ത അതായത് ലോങ് വീഡിയോസ് അത് മാത്രം. അപ്പോൾ ദിസ് ഇസ് സാനിയ ആൻഡ് സൈനിങ്.